കൊച്ചി വൈറ്റില ബസ് ടെർമിനൽ പദ്ധതി ആദ്യഘട്ടം പൂർത്തിയാക്കാൻ GCDAയും ജിഡയും ചേർന്ന് 20 കോടി രൂപ വീതം നൽകും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിയുടെ ആദ്യ ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് തീരുമാനം. കൃഷിവകുപ്പിന് പകരം സ്ഥലം കൈമാറി അടിയന്തരമായി ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗം തീരുമാനിച്ചു. മാർച്ച് മാസത്തിനകം വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കിറ്റ്കോയെ യോഗം ചുമതലപ്പെടുത്തി. ടെർമിനൽ നിർമ്മാണത്തിനായി GCDAയും ജിഡയും 20 കോടി രൂപ വീതം നൽകും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ കൂടി ജിഡ നൽകും. ജൻറം പദ്ധതിയിൽ നിന്ന് തുക ലഭിക്കുന്നതനുസരിച്ച് GCDAയുടെയും ജിഡയുടെയും തുക തിരിച്ചടയ്ക്കും. പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി മൊബിലിറ്റി ഹബ് സൊസൈറ്റിയുടെ അംഗബലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടെർമിനലിന്റെ രൂപരേഖയും പദ്ധതി പ്രദേശവും സംബന്ധിച്ചുള്ള താരതമ്യ പഠന റിപ്പോർട്ട് കലക്ടർ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഫിഷറീസ് മന്ത്രി S. ശർമ്മ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, ഗതാഗത മന്ത്രി ജോസ് തെറ്റിയിൽ, കൊച്ചി മേയർ മേഴ്സി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS. ശൈല തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.